നോമ്പ് മുറിക്കാൻ ഉമ്മ നമ്മുടെ കൂടെ ഇരിക്കാറുണ്ടാവും. കരിച്ചതും പൊരിച്ചതും ഉച്ച മുതലാക്കിയിട്ട് ഇരിക്കാറുണ്ടോ? ഇല്ല. എന്റെ ഉപ്പാക്ക് ചൂടുള്ള ചായ എടുക്കട്ടെ എന്നിട്ടൊരു ഈത്തപ്പഴം തിന്നിട്ട് അല്ലാഹു ലക സുബ്തു ചൊല്ലിയിട്ട് ചായ എടുക്കാൻ വേണ്ടി പോകുമ്പോ കടിയെല്ലാം കാലിയായിട്ടുണ്ടാവും. ഉമ്മ കയ്യിൽ പരിഭവം ഉണ്ടാവും. മക്കള് തിന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഒരു 2 പത്തലും കറിയൊക്കെ ഒഴിച്ചിട്ട് ചായ എടുത്തിട്ട് ആ 3:30 എണീച്ചിട്ട് മെഷീൻ പോലെ അടുക്കളയിൽ പുകയിൽ വർക്ക് ചെയ്ത എഞ്ചിൻ പോലെ വർക്ക് ചെയ്ത ആ സാധു പെണ്ണുങ്ങൾ, ആ ഉമ്മ, നമ്മുടെ പൊന്നുമ്മ തിന്നാനിരിക്കുമ്പോഴായിരിക്കും നമ്മള് റൂമിൽ നിന്ന് കരയുന്നുണ്ടായാലും 1.5 വയസ്സിൽ 1 വയസ്സിലൊക്കെ. ആ ഉമ്മ നമ്മളെ അടുത്തേക്ക് വരുമ്പോ കാഷ്ടിച്ച് മൂത്രയിച്ച് വൃത്തികേടാക്കിയിട്ടുണ്ടാവും. നമ്മള് പമ്പേഴ്സ് ഒന്നും അന്നില്ല ഉണ്ടാ. അങ്ങനെ നമ്മളെ വൃത്തിയാക്കാൻ വരുമ്പോ ഉമ്മ മൂക്കിൽ കൈവെക്കോ? കാഷ്ടവും മൂത്രവും മണത്തിട്ട് ദുർഗന്ധം കൊണ്ട് ജീവിതത്തിൽ വെച്ചിട്ടുണ്ടാവില്ല. അവർക്കെന്തോ മണക്കൂല സംഭവം. അവർക്കത് മണക്കൂല. ഉമ്മ ലാനത്തൊന്നും ചെയ്യൂല. ഉമ്മ ശപിക്കോ ചെയ്യില്ല. മോനെ കുഞ്ഞിക്കുട്ട എന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹിച്ചിട്ടുള്ള വാക്കും പറഞ്ഞ് ദ്വാരന്നിട്ട് കടത്തുവാടെ. മാജിക്കിലാ കടത്തല്. ആ കടത്തത്തിന്റെ ഒരു രസമുണ്ട്. ഉമ്മ അടുത്തന്നെ ഉണ്ട് തോന്നിപ്പിക്കാൻ 2 തലയണലൊക്കെ വെക്കും. എന്നിട്ട് ചെരുപ്പ് ഇടുമ്പോ എന്റെ മോള് എണീക്കോന്ന് പേടിച്ചിട്ട് ചെരുപ്പ് എടുത്തിട്ട് അപ്പുറത്തേക്ക് പോകുമ്പോ നേരത്തെ വെച്ച പത്തലൊക്കെ മരക്കഷ്ണയിട്ടുണ്ടോ ഉണങ്ങിയിട്ട്. പരിഭവം ഉണ്ടോ ഉമ്മക്ക്? ഇല്ല. പ്രസവിക്കുമ്പോ വേദനയിൽ ടെൻഷൻ ഉണ്ടാ? ഇല്ല. നമ്മുടെ കാരണം കൊണ്ട് നമ്മുടെ ഉമ്മന്റെ ഉപ്പന്റെ കണ്ണെന്ന് ഒരു തുള്ളി വീണാൽ മുഴുവൻ തീർന്ന് ജീവിതം മുഴുവൻ തീർന്നു പോയി. വരുത് ആ കണ്ണെന്ന് വരാൻ പാടില്ല.